നട്ടുച്ചയാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. നട്ടുച്ചല്ലേ ഇത്, 7-8 മണിയായിട്ടുള്ള അവസ്ഥയാണ്. അപ്പം നമ്മുടെ സെക്കൻഡ് പാർട്ടാണ് വേളാങ്കണ്ണിയിൽ. ഇപ്പം ഇന്നത്തെ ദിവസത്തോടുകൂടി ഞങ്ങൾ വേളാങ്കണ്ണിനോട് വിട പറയും. അത് കാരണം ഞങ്ങൾ രാവിലെ തന്നെ കുർബാനക്ക് പുറപ്പെട്ടതാണ്. കുർബാനക്ക് പുറപ്പെട്ടത് അത് വേറെ ഒരു കഥയാണ്. ആക്ച്വലി ഇവിടെ ഇരുന്നില്ല, ഈ സിനിമ കാണാൻ വന്ന പോലെ ഇരിക്കണോടത്തായിരുന്നില്ല മലയാളം കുർബാന, വേറെ പള്ളിയിലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. അച്ഛൻ പറഞ്ഞു ഇവിടെയാണെന്ന് പറഞ്ഞു, പിന്നെ ചോദിച്ചും പറഞ്ഞു വന്നപ്പോൾ വേറെ പള്ളിയിലാണ്. അങ്ങനെ ലാസ്റ്റ് അങ്ങാട് പോയി വന്ന് ഇരിക്കണേണ്. പള്ളിയിലൊക്കെ പോയിട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒരു ഇഞ്ചി മിഠായിക്കാരൻ വന്ന് അങ്ങനെ ഇഞ്ചി മിഠായി വാങ്ങിച്ച് ഞങ്ങളവിടെ തിന്നിരുന്നു ചേച്ചി. അങ്ങനെ ബസ് പുറപ്പെട്ടെന്ന് വെച്ചപ്പോഴേക്കും ഉച്ചയാവാറായി. നല്ല വെയിലും ഒക്കെ കൂടി ആയിട്ട് നല്ല സുഖമായിരുന്നു. പിന്നെ എൻ്റെ കിട്ടിയ പിന്നെ ആസ് യൂഷ്വൽ ഉറക്കമായത് കാരണം കുഴപ്പമുണ്ടായിരുന്ന ചേച്ചില്ല. പിന്നെ അച്ഛൻ്റെയും സുബിൻ്റെ അടുത്താണ് ചേച്ചിയുടെ ഹസ്ബൻഡ്, അതാണ് എൻ്റെ അച്ഛൻ്റെയും കുറച്ച് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡാൻസൊക്കെ ആയിട്ട് അപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ഉറങ്ങുകയാണ്. നോട്ട് ദ പോയിൻ്റ്, എൻ്റെ ഹസ്ബൻഡ് അപ്പോഴും ഉറങ്ങുകയാണെന്ന്. അങ്ങനെ അതേ അവിടെ കുറച്ച് നേരം അടിയും പാടിയൊക്കെ കഴിച്ച ഒരു പെട്രോൾ പമ്പിലാണെന്ന് തോന്നുന്നു. പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാനാണ് നിർത്തിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോയി. സുബിൻ്റെ വക ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് അവിടെ കുറച്ചധികം നേരം കത്തിയടിച്ച് പിന്നെയും വണ്ടിയിൽ കയറിയിരുന്നു. ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട്. അത് ആ വെയിലും അവിടെ നിന്ന് അടിക്കണ കാരണം നല്ല രസമായിരുന്നു വണ്ടിയിലും. എ സി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല വെയിലായിരുന്നു. കുറച്ച് നേരം എ സി ഇട്ടാലും പിന്നെ ഇതാക്കും, അതങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴയുടെ ഒരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എങ്ങാണ്ട് ഒരു പെട്രോൾ പമ്പിൽ നിർത്തി. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു. ഒരു ഫാമിലി ഫോട്ടോ എടുത്തായിരുന്നു. അങ്ങനെ കുറച്ചധികം നേരം അവിടെ ഇരുന്നു. അവിടെ മെയിനായിട്ട് നിർത്തിയതെന്ന് വെച്ചാൽ ചായ കുടിക്കാനായിരുന്നു. നല്ല ഇഞ്ചി ഇട്ട ചായ ഉണ്ടായിരുന്നു കേട്ടോ. 2-3 പ്രാവശ്യമൊക്കെ പോയിരുന്നുണ്ട് കട്ടൻ ചായ കുടിച്ച്. അതും പിന്നെ നിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെന്നായിരുന്നെന്നാ നമ്മുടെ ഇരുവുള്ള ബിസ്ക്കറ്റില്ലേ, ബേക്കറി ബിസ്ക്കറ്റ്, അതുമായിരുന്നു. അപ്പോൾ അത് കാരണം പോയിരുന്ന് 2 പ്രാവശ്യം ചായയും ബേക്കറി ബിസ്ക്കറ്റൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെയും വണ്ടിയിൽ കയറി ഇരുന്നേച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നിർത്തിയത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്പോട്ടിലാണ് നിർത്തിയത്. അതും ഒരു ബേക്കറിയുടെ സൈഡായത് കാരണം അവിടെ കയറി കുറച്ച് ഇതൊക്കെ കഴിച്ച് പിന്നെ രാത്രി 12:30 ആയി റൂം എത്തിയപ്പോഴേക്കും. മയില് പീലിവിടർത്തത് കണ്ടിട്ടാണ് വന്നത്. പക്ഷെ മയിൽ അപ്പോഴേക്കും ഞങ്ങളെ കണ്ടപ്പോഴേക്കും പീലിയൊക്കെ ചുരുക്കി. അപ്പം ഞങ്ങളിതേ മയിലിൻ്റെ അടുത്തോട്ട് പോകണോണ്ടിരിക്കണേ. ചാണകം കാണിച്ചേക്കണം. ദൈവമേ, അതെല്ലാം ആനപ്പിണ്ടോടെ നിങ്ങളെ കാണിച്ചു തരായിരുന്നു. ഇത് ചാണകം കാണിച്ചോണ്ട് കാണിക്കുന്ന പറഞ്ഞാൽ ഞാൻ എന്ത് കാണിക്കണേ പറയാനാണ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ തലേന്ന് ഇവിടെയാണ് ആന വന്നത്. എന്നിട്ടാണ് ആ ചാണകം കാണിച്ചത് ആനപ്പിണ്ടോണെന്ന് പറയാൻ പറ്റും. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോണേണ് അല്ലേ. ഞങ്ങളുടെ ജീപ്പിൽ രാവിലെ ജീപ്പ് ട്രക്കിംഗ് ഉണ്ട്. അപ്പം അതിന് പോകാനായിട്ട് റെഡി ആയിക്കണേന്. ചായ കുടിച്ച് 9 മണിക്കാണ്, 8 മണി ആയിട്ടുള്ളൂ. 9 മണിക്കാണ് വണ്ടി വന്നത്. ജീപ്പ് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 9 പേരുണ്ട്. അപ്പം ജീപ്പ് പറഞ്ഞിട്ടുണ്ട്. ജീപ്പിന് ഞങ്ങൾ ട്രക്കിംഗ് ഓഫ് റോഡ്. അപ്പോൾ ദേവൂട്ടി കിച്ചൻ്റെ വാതിക്കയിൽ പൂരിയായിട്ട് കള്ളിപ്പെണ്ണ് പൊയ്ക്കൊണ്ടിരിക്കണേണ്. അപ്പം ഞാൻ കിച്ചണിൽ ഡിക്സൺ ചേട്ടൻ എന്താണ്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേണ്. ഡിക്സൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനാണ്. പിന്നെ അവിടെ കിച്ചണിൽ സഹായിക്കാനായിട്ടുള്ള ഒരാളാണ്. പിന്നെ വേറെ 2 പേരല്ലോ, ഒരു ചേച്ചിയൊക്കെ ഉണ്ട്. ഇപ്പോൾ സാജചേട്ടനും സജിച്ചേട്ടനും ആണെന്ന് തോന്നുന്നു. പേരെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ അവർ ഞാൻ വിചാരിച്ചാൽ ആദ്യം ഉപ്പുമാവ് ഉണ്ടാക്കണേന്ന്. അപ്പോൾ ഞാൻ പറയണേണ് ഉപ്പുമാവ് ഉണ്ടാക്കണേന്ന് പറഞ്ഞപ്പോൾ അവർ പറയണേ അല്ല ഇത് പൂരിയുടെ മറ്റേ ബാജിക്കറിയാണെന്ന് പറഞ്ഞിട്ട് ഇതാക്കണേണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇന്ന് പൂരിയും ഉരുളക്കിഴങ്ങറി ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ ഇവരാണ് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്ത് അങ്ങോട്ട് ഹെൽപ്പ് ചെയ്തൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ. പിന്നെ ഇത് ആൻഡോ ചേട്ടൻ, ഈ ചേട്ടൻ വഴിയാണ് ഞങ്ങൾ വേളാങ്കണ്ണിക്ക് ട്രിപ്പ് വന്നത്. അതായത് ഈ ചേട്ടൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ റിലേറ്റീവ്സ്, ചേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആൾക്കാർ, അങ്ങനെ കുറേ ആൾക്കാരും ചേട്ടൻ്റെ ഫാമിലിയൊക്കെ കൂടി ആയിട്ടാണ് ട്രിപ്പ് വന്നത്. അപ്പോൾ ഇവരായിട്ടൊക്കെ കുറച്ച് ഫോട്ടോ ഇടും. അപ്പോൾ പാട്ട് പറയണം, മെയിൻ പാട്ടുകാരനായിരുന്നു ബസ്സിൽ. എപ്പം മൈക്കെടുത്താലും ഫുൾ പാട്ട് ഈ ചേട്ടൻ്റെ ആയിരുന്നു. പുറകെ ആയിട്ട് എപ്പോഴും നല്ല ഞാൻ കണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് പോകാനായിട്ട് വന്ന ജീപ്പ്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി 9 പേരുണ്ട്. അതായത് പിള്ളേരും ഞങ്ങളൊക്കെ കൂടി കൂട്ടിയിട്ട് 9 പേരുണ്ടായിരുന്നു. അപ്പം 9 അല്ല 10 പേരുണ്ട്. അപ്പം പിന്നെ ദൈവം അപ്പം ചെറുതാണല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങൾക്കൊരൊറ്റ ജീപ്പായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കണേണ്. ഫസ്റ്റ് ആദ്യം കയറിയത് എനിക്ക് തോന്നണത് ഇവിടെയാണെന്ന് തോന്നണത്,
നമ്മുടെ ചന്ദനക്കാട് മറയൂർ ചന്ദനക്കാട്ടിലാണ് കയറിയത്. പോണ വഴി നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഇത് രസമുള്ള ആകാശമൊക്കെ കൂടി കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ചന്ദനക്കാടുകളിലൂടെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ എത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ചന്ദനം ചാരിയ ചന്ദനം മണക്കുമെന്ന് പറഞ്ഞ് കുറച്ച് നേരം അവിടെ ചാരി, പക്ഷെ ഞങ്ങളൊന്നും മണത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. അതിൻ്റെ ഇടയിൽ സുബിൻ ചേട്ടൻ പിള്ളേരെ പറ്റിക്കാനായിട്ട് ഏതോ കാട്ടുപോത്തിൻ്റെ കാലാണെന്നും പറഞ്ഞ് അതാണെന്നും പറഞ്ഞുകൊണ്ട് പിള്ളേരെയൊക്കെ പറ്റിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനി അത് ശരിയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കുറച്ചധികം നേരം അവിടെ നെയ്ച്ച്. നല്ല തണുപ്പ് ഇതൊക്കെ ആയതായിരുന്നു, വെയിലങ്ങോട്ട് ഇതാവണില്ലല്ലോ. അപ്പം അങ്ങനെ കുറച്ചധികം നേരം അവിടെ നിന്ന് പോയി. പിന്നെയും ആ റോഡും ഇതും കൂടി ആയിട്ടുള്ള കാഴ്ചയായിരുന്നു. ആ വ്യൂ ആണ് നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരു ഫ്രണ്ടിലിരുന്ന കാരണം ഒരു കുറച്ചധികം വീഡിയോസൊക്കെ എടുത്ത് തന്നായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്താണ്. ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ബും 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 എന്നും പറഞ്ഞ് ആവണ പോലെ ഉണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് മറയൂർ ശർക്കര ഉണ്ടാക്കണ സ്ഥലത്തോട്ടായിരുന്നു. അവിടെ ഇപ്പോൾ ശർക്കര ഒന്നും ഉണ്ടാക്കണുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ കുറച്ചധികം വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. കരിമ്പിൻ ജ്യൂസ് അടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് കരിമ്പിൻ ജ്യൂസ് വാങ്ങിച്ച് കഴിച്ചായിരുന്നു. പിന്നെ കുറച്ച് വെറൈറ്റി ഉണ്ടെന്ന് ഇനി അതിൻ്റെ ഒരു വിഷമം വേണ്ട. ദൈവം പറഞ്ഞ പോലെ ഞങ്ങൾ കരിമ്പിൻ ജ്യൂസ് കുടിച്ചു, നോട്ട് കഴിക്കൽ. അങ്ങനെ അവിടെ കുറച്ച് വെറൈറ്റി ആണെന്നും പറഞ്ഞിട്ട് 3-4 വെറൈറ്റി എന്നും പറഞ്ഞിട്ട് എനിക്കെല്ലാത്തിനും സെയിം ആണ് തോന്നിയത്. ചുക്കും ഏലക്കായും ഇട്ടത്, പിന്നെ എന്താണ് പായസത്തിന് പറ്റിയതാണെന്നൊക്കെ പറഞ്ഞാൽ എക്കത്തിന് ഏകദേശം ഒരു സെയിം ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതും കണ്ട് പിന്നെ കരിമ്പ് ജ്യൂസും കുടിച്ച് അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ കുറച്ച് നേരം അവരത് കഴുകി കൊണ്ടുവന്ന ഏകദേശം നമ്മുടെ നാട്ടിൽ കിട്ടണമല്ല സെയിം തന്നെയാണ് തോന്നുന്നത്. ടേസ്റ്റൊക്കെ ഒന്നും വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്നും നാരങ്ങ പിഴിഞ്ഞില്ലെന്ന് തോന്നണം അധികം. അതിൻ്റെ ഒരു ഇതുണ്ട്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് ഞങ്ങൾ പോയത് വെള്ളച്ചാട്ടത്തിലോട്ടാണ്. വെള്ളച്ചാട്ടം ഒരു വെള്ളം വന്ന ഒരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ അതിൽ കൂടി പോണ വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയി. കുറച്ച് നടക്കാനുണ്ടായിരുന്നു, പക്ഷേ അമ്മയുടെ അമ്മയ്ക്കൊന്നും വന്നില്ല. വലിയ നടത്തൊന്നുമില്ല. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാല് പൊക്കി കയറൂലേ, ആ കുറച്ചധികം ചിലതൊക്കെ ഭയങ്കര ഹൈറ്റായിട്ട് തോന്നിയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നടന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. എന്ത് തണുപ്പായിരുന്നു അധികം, ഈ കാലൊക്കെ മുക്കിയിരുന്നില്ല ഇതായിരുന്നു. ഞാനപ്പോൾ തലയൊക്കെ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കഴുകി പിള്ളേരെയും കുളിപ്പിച്ച്. അതിനെ കുളിസീൻ ഇടുന്നില്ല ഞങ്ങൾ. അപ്പോൾ ഇത് കഴിഞ്ഞ് കീഴാന്തൂർ പാലം, അതിൻ്റെ ഇതിൻ്റെ താഴെയായിട്ടാണ് വഴി. അതിൻ്റെ സൈഡിൽ കൂടി ഒരു വഴി കൂടി അങ്ങോട്ട് പോയാൽ മതി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ആപ്പിളിൻ്റെ ഒരു ഇതിലോട്ടായിരുന്നു. ആപ്പിളിൻ്റെ കൃഷിയിലോട്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഒന്നും പറിക്കാനോ ഒന്നും തിന്നാനോ ഒന്നും ഇതാക്കാൻ പറ്റില്ല, വാങ്ങാം നമുക്ക്. അങ്ങനെ കുറച്ചധികം നടന്ന് കുറച്ച് ഗ്രീൻ ആപ്പിളും കുറച്ച് റെഡും പിന്നെ നമ്മുടെ ആപ്പിളില്ലേ അതൊക്കെ കണ്ട് അങ്ങനെ കുറച്ചധികം നേരം നടന്നേച്ച്. ഈ ചേട്ടനെ പോലെ 3-4 ചേട്ടന്മാരുണ്ടായിരുന്നു അവിടെ നോക്കണത്. ഈ ചേട്ടൻ്റെയും കൂടെ ആണെന്നാണ് പറഞ്ഞത്. എൻ്റെ കുറച്ചധികം ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഈ കാപ്പിപ്പൂ കണ്ടു. കാപ്പിപ്പൂവൊക്കെ പൂത്തിട്ടുണ്ടായിരുന്നു, നിറയെ കാപ്പിയാണ് ഉണ്ടായിരുന്നു. ഞാനവിടെ പിന്നെ കുറച്ച് അപ്പുറത്തോട്ട് മാറിയിട്ട് സ്ട്രോബെറിയുടെ കൃഷി ഉണ്ടായിരുന്നു. പക്ഷേ സ്ട്രോബെറി ഉണ്ടായിട്ടുണ്ടായില്ല. അതാണ് അവിടെ അങ്ങനെ അധികം കയറില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഞങ്ങളങ്ങനെ തന്നെ ഇറങ്ങിപ്പോയിട്ട് നേരെ വേറെ ഏതോ ഒരു വ്യൂ പോയിന്റിലോട്ടാണ് പോയത്. ഏറുമാടത്തിൽ കയറിയുണ്ട്. കാലൊക്കെ വെറുതെ വിറച്ചിട്ട് പാണ്ടല്ലേ. എനിക്കിങ്ങനെ ഹൈറ്റിൽ കയറുമ്പോൾ കാലിൽ നിന്നൊരു തരുതരിപ്പ് അങ്ങാട് കയറും. എനിക്ക് അങ്ങനെ കയറാറുണ്ട്. എനിക്ക് അങ്ങോട്ട് ഭയങ്കര ഇതായിട്ട് ദൈവമേ ഒരു കണക്കിന് കയറി അവിടെ നിന്ന് കുറച്ച് വ്യൂ പോയിൻ്റൊക്കെ കണ്ട്. പിന്നെ ഇവിടെ നിന്നാണ് ഞാൻ മറ്റേ ആ ഡാൻസ് കോച്ചുണ്ട് അപ്പയുടെ ഡാൻസ് റീലെടുത്തത്. മഴയൊന്നും ഉണ്ടായില്ല, വെയിലായിരുന്നു. ഞങ്ങൾ എന്നിട്ടും വഴക്കോട്ടിട്ട് എല്ലാവരും ഞങ്ങളെ തന്നെ നോക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ട്രക്കിങ് കൂടി ഉണ്ടായിരുന്നു. ട്രക്കിങ്ങിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ വന്നിട്ട് ഉള്ള ക്ഷീണമാണ്. കിടക്കുന്ന ഉറങ്ങണുണ്ട. അവിടെ അരും അപ്പുറം കിടന്ന് ഉറങ്ങേണ്ട, അമ്മയും എല്ലാവരും കിടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ചോറ് അതിൻ്റെ ഇടയിൽ കഴിച്ചായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ നിന്ന സ്ഥലം. ഞങ്ങളങ്ങനെ പോവാനായിട്ട് നിൽക്കണേണ്. അപ്പം ടാറ്റ പറയണേണ് എല്ലായിരുന്നൊക്കെ. അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. ഇവരൊക്കെ വന്നപ്പോൾ കുറച്ചധികം വൈകി. ഞങ്ങളത് കാരണം നേരത്തെ ചോറൊക്കെ തിന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടൊക്കെയാണ്. എന്നാൽ പിന്നെ ഇവരുടെ ഫോട്ടോഷൂട്ട് ലാസ്റ്റ് ആയത് കാരണം അതിൻ്റെ കുറച്ച് വൈകലൊക്കെ ഉണ്ടായിരുന്നു. 5 മണിയായപ്പോഴാണ് പിന്നെ പോകുന്നത്. ഉച്ചയ്ക്ക് പോരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടി വണ്ടി കയറണേണ്. അപ്പോൾ
അങ്ങനെ പോകുന്നത്. പിന്നെ ഇതേ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയ സ്പോട്ടായിരുന്നു ഇത്. ഈ ചായ കുടി കഴിഞ്ഞതോടുകൂടി ഞാൻ അങ്ങോട്ട് ഓഫായിപ്പോയി. കാരണം ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഛർദ്ദിക്കാൻ വരല കൂടി ഒരു ഇതായിരുന്നു. കാരണം ടൈം വൈകിയായിരുന്നു. പിന്നെ ഒരു കിടപ്പായി പോയി. ആദ്യം ഒരു ഛർദി, പിന്നൊരു ഛർദി, പിന്നൊരു ഛർദി. എൻ്റെ പൊന്നേ, എൻ്റെ ചോക്ലേറ്റൊക്കെ വാങ്ങാൻ നിന്നോടത്തിരുന്നുകൊണ്ട് ഛർദിയായിരുന്നു. അത് കാരണം ഒരു ചോക്ലേറ്റ് പോലും വാങ്ങിച്ചില്ല. അതിൻ്റെ ഇടയിൽ എൻ്റെ സ്നേഹതീതിയായ ചേച്ചി എനിക്കൊരു ചോക്ലേറ്റ് കൊണ്ടുവന്ന് തന്നാൽ ഛർദ്ദിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു ആവശ്യമില്ലാണ്ട് അതും കഴിച്ച് പിന്നെ അതും പിന്നെയും ഛർദ്ദിപ്പിച്ച് എൻ്റെ പൊന്നേ ഒരു കണക്കിനാണ് വീടെത്തിയത്. എനിക്ക് ദൈവത്തിനറിയാം, ഞാൻ ആ റോട്ടിലേക്ക് ഇറങ്ങി നിന്നിട്ട് കിടക്കിയിരുന്നു. എനിക്ക് നീറ്റ് നിൽക്കാനും കൂടിയുള്ള ഒരു അവധിയില്ലെന്ന് അറിയില്ല. അങ്ങനെയായിരുന്നു ടൂറും കഴിഞ്ഞ് ഞാൻ വന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇതോടുകൂടി വേളാങ്കണ്ണിയിലെയും മറ്റേ കാന്തല്ലൂരിൻ്റെ വിശേഷമൊക്കെ അവസാനിച്ച്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്.